കാഡ്ബറി ബോൺവിൽ ഫ്രൂട്ട് ആൻഡ് നട്ട് 50% ഡാർക്കാണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. കാഡ്ബറി ബോൺവിലിൻ്റെ തന്നെ ക്ലാസിക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ റിവ്യൂ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഈ ചോക്ലേറ്റിൻ്റെ നെറ്റ് വെയ്റ്റ് വന്നിട്ട് 30 ഗ്രാമാണ്. അതുപോലെ പ്രൈസ് വന്നിട്ട് 60 രൂപയാണ്. അതായത് പെർ ഗ്രാമിന് 2 രൂപയാണ് പ്രൈസ്. താഴെയായിട്ട് എനർജി കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ പാക്കറ്റിലും 160 കാലറീസാണുള്ളത്. അതായത് ഒരു സെർവിൽ 30 ഗ്രാമിൽ അത് ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ 8% നമുക്ക് എനർജി നൽകുന്നുണ്ട്. ബാക്കിലായിട്ട് ഈ കോമ്പോസിറ്റ് ചോക്ലേറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. കോമ്പോസിറ്റ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ 50% മിൽക്ക് ചോക്ലേറ്റും 50% ഡാർക്ക് ചോക്ലേറ്റുമാണ്. താഴെയായിട്ട് ഈ 30 ഗ്രാം ചോക്ലേറ്റിൻ്റെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതും ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഫ്രണ്ടിൽ താഴെയായിട്ട് നട്ട്സിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഡയറക്റ്റായിട്ട് ചോക്ലേറ്റാണ് ഈ ഔട്ടർ കവറിങ്ങിൻ്റെ അകത്തുള്ളത്. അലുമിനിയം ഫോയിൽ കവറോ അങ്ങനെ വേറെ ഒന്നും തന്നെ ഇല്ല. നല്ല സിൽക്കി സ്മൂത്തായിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. കാഡ്ബറി ബോൺവിൽ ക്ലാസിക്കിൻ്റെയും കളറും ടെക്സ്ചറും ഏകദേശം സെയിം ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നട്ട്സിൻ്റെ ബിറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ബിറ്റ്സ് ബാക്ക് സൈഡിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കാഷ്യൂ നട്ട്സ് അതുപോലെ തന്നെ ആപ്രിക്കോട്ട് കേർണൽസ് ഉണ്ടെന്ന് ആ ഒരു ഇൻഗ്രീഡിയൻസിൽ അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതർ ട്രീ നട്ട്സ് ഉണ്ടെന്നും എഴുതിയിട്ടുണ്ട്. അതായത് അതിൽ ആൽമണ്ട് വരാം, അതുപോലെ തന്നെ പിസ്ത വരാം, വാൾനട്ട് വരാം, എന്ത് വേണോ അതിൽ ഇൻക്ലൂഡഡ് ആവാം. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാം. ഫ്രിഡ്ജിൻ്റെ പുറത്തെടുത്ത് വെച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ബ്രിട്ടിലല്ല, കുറച്ച് സോഫ്റ്റാണ്. അതായത് കഴിക്കാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസിയാണ്. ഞാൻ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കാഡ്ബറിയുടെ ഒരു സിഗ്നേച്ചർ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ബിറ്റർനെസ്സും ഉണ്ട്. നമുക്ക് ഒട്ടും ഒരു അരുചി തോന്നുകയോ അല്ലെങ്കിൽ കഴിക്കാൻ തോന്നാതിരിക്കുകയോ ഒന്നുമില്ല. ഞാൻ നോർമലി കഴിക്കാറുള്ളത് ഗാലക്സി ഫ്യൂഷൻ 70% ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് ഭയങ്കര ഡാർക്കാണ്. കാരണം 70% ഡാർക്ക് ചോക്ലേറ്റും വെറും 30% മാത്രമാണ് മിൽക്ക് കോമ്പൗണ്ട് അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് വരിക. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. കഴിച്ചു കഴിഞ്ഞാലും ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സംഭവം കഴിച്ചതുപോലെ തോന്നും. ഒട്ടും ഒരു സ്മൂത്ത്നെസ് ഇല്ല. പക്ഷേ ഇത് 50-50 ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്മൂത്തായിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് കുറച്ചുകൂടെ മെൽറ്റ് ചെയ്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ കാഡ്ബറി ഡയറി മിൽക്ക് ആയാലും ഡയറി മിൽക്ക് സിൽക്ക് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ 50% ഡാർക്ക് ചോക്ലേറ്റ് സീരീസിലുള്ളവയാണെങ്കിലും കുറച്ചൊന്ന് മെൽറ്റ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇതിലുള്ള ഫ്രൂട്ട് ആൻഡ് നട്ട്സിൻ്റെ ബിറ്റ്സിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ബിറ്റ്സും നന്നായിട്ട് നമുക്ക് കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റും ഇതിൻ്റെ ഓൾ ടുഗദർ ഉള്ള ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. സോ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരും കാഡ്ബറി ഇഷ്ടമുള്ളവരും ഉറപ്പായും ട്രൈ ചെയ്യുക. ബൈ ബൈ.